ആകാശത്തോടെ ഇങ്ങനെ പറന്നു പോകുമ്പോൾ എത്ര മനോഹരമായിട്ട് താഴത്തെ കാഴ്ചകൾ കാണാം. താഴെ നല്ല പാടം, വിളഞ്ഞു കിടക്കുന്ന പാടം എന്ന് പറയാൻ പറ്റുകയില്ല, വിളഞ്ഞു കിടക്കുന്ന കുറച്ചൊക്കെ ഉള്ളൂ, പക്ഷെ നല്ല പാടം നമുക്ക് കാണാം. ഇതെല്ലാം ആന്ധ്രാപ്രദേശിലെ സ്ഥലങ്ങളാണ്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയ്ക്ക് തൊട്ടടുത്തുള്ള കാഴ്ചകളാണിത്. വിജയവാഡ എയർപോർട്ടിലേക്ക് നമ്മൾ അടുത്തിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ വിജയവാഡയിലേക്ക് അടുത്ത് ലാൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നോക്കി എത്ര മനോഹരമായിട്ടാണ് ഓരോ സംഭവങ്ങൾ അവർ അറേഞ്ച് ചെയ്തേക്കുന്നതെന്ന്. എയർപോർട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് കൃഷിയിടങ്ങളാണിത്. വേറെ ആരുടെയും ആയിരിക്കും, എന്നാലും കൊള്ളാം. നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. ലാൻഡിങ് ഭയങ്കര ഫാസ്റ്റായിരുന്നു, കാരണം ചെറിയൊരു ഫ്ലൈറ്റാണ്. കാറിൻ്റെ അത്രയും വലുപ്പമുള്ള ടയറെന്ന് എനിക്ക് അതിൻ്റെ അടുത്ത് വന്നപ്പോൾ തോന്നിയത്. ഇറങ്ങിയിട്ട് വേണം ഒന്നോടെ ഒന്ന് പരിശോധിക്കാം. നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടാണ് പോകുന്നതെങ്കിൽ അതൊന്നുകൂടെ നോക്കണം. കാരണം ഇത്രയും ചെറിയ ഫ്ലൈറ്റ് ഞാൻ കണ്ടിട്ടില്ല, കയറിയിട്ടില്ല, യാത്ര ചെയ്തിട്ടില്ല. പക്ഷേ അടിപൊളിയായിരുന്നു. ചെറിയ കുലുക്കവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നല്ല ഒരു യാത്രയായിരുന്നു. അതങ്ങനെ ലാൻഡ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഫാസ്റ്റായിട്ടാണ് ലാൻഡ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഫ്ലൈറ്റ് യാത്ര ചെയ്യണം. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഇവിടെയുള്ള ഒരു ഗ്രൂപ്പുമായിട്ട് ഫ്ലൈറ്റ് യാത്രയ്ക്ക് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയ യാത്രകളാണെങ്കിലും ഫ്ലൈറ്റ് കയറിയെന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഈ 2025 കുറേ ഗ്രൂപ്പുകളുമായിട്ട് ഫ്ലൈറ്റ് യാത്ര നടത്താനായിട്ട് പ്ലാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ വർഷം പ്രാവർത്തികമാക്കണം. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഫ്ലൈറ്റിൻ്റെ അകത്ത് ഇങ്ങനെ അണ്ണന്മാരൊക്കെ ഇരിപ്പുണ്ട്, ആരും ഇറങ്ങുന്നില്ല. അങ്ങനെ നമ്മൾ പുറത്തേക്ക് നോക്കി അകത്തേക്ക് നോക്കിയൊക്കെ ഇരിക്കുന്നു. എന്ന് ഫ്ലൈറ്റിൽ യാത്ര ചെയ്താലും ഇങ്ങനെ പുറത്തേക്ക് നോക്കി വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് നമുക്കെല്ലാം ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മളത് മുടക്കിയില്ല. വിജയവാഡ എന്ന് പറയുന്നത് ചെറിയൊരു എയർപോർട്ടാണ്, സ്റ്റേഷനല്ല, എയർപോർട്ടാണ്. അങ്ങനെ വിജയവാഡയിലെത്തി. നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ ഒരു 4-5 ദിവസം വിജയവാഡയിലാണ് സ്റ്റേ ചെയ്യുന്നത്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ബാച്ച് ഗ്യാതറിങ് ആയിട്ട്. അപ്പോൾ നോക്കി, ഇതൊരു ഭയങ്കര വെറൈറ്റി കാഴ്ചയാണ്. സാധാരണ വലിയ ഫ്ലൈറ്റിൽ ഇങ്ങനത്തെ പുറത്തുള്ള എൻജിൻ കാണാനായിട്ട് പറ്റില്ല, ഇങ്ങനെ കറങ്ങുന്ന കാണാനായിട്ട് പറ്റില്ല. അതത്രയും ചെറിയൊരു ഫ്ലൈറ്റ് ആയതുകൊണ്ടാണിത്. ഇതിൻ്റെ കൺട്രോളുകൾ മുഴുവനും അതിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ അത്രയ്ക്ക് വലിയ പവർഫുള്ളായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇൻഡിഗോ ഫ്ലൈറ്റുകളെല്ലാം ഇപ്പോൾ ഓൺ ടൈമിലാണ്. നോക്കിയേ, ബ്രേക്ക് പിടിച്ചേക്കുന്ന പാട്, ലാൻഡ് ചെയ്യുമ്പോൾ വന്ന് ടയർ ഉരഞ്ഞേക്കുന്ന പാട്. അപ്പോൾ ഇൻഡിഗോ ഫ്ലൈറ്റെല്ലാം ഇപ്പോൾ ഓൺ ടൈമിലാണ്. എല്ലാ ഫ്ലൈറ്റുകളും ഇപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം യാത്ര ചെയ്തെല്ലാം ഓൺ ടൈമിലാണ്. ആ സന്തോഷം. അപ്പോൾ ഇനി അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ സുഹൃത്തുക്കളെ.